ബലാത്സംഗ കേസിൽ ഹിരൺദാസ് മുരളിക്ക് സംരക്ഷണം തുടർന്ന് പോലീസ്. കേസെടുത്ത് ഒരാഴ്ച കഴിയുമ്പോഴും ഇയാളെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഗുരുതരമായ കുറ്റം ചുമത്തപ്പെട്ട പ്രതി കേരളം വിട്ടിട്ടില്ലെന്ന് ആവർത്തിക്കുന്ന പോലീസ് രാഷ്ട്രീയ സമ്മർദ്ദങ്ങളിൽ അന്വേഷണം മരവിപ്പിക്കുകയാണ്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഇയാൾക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തത്. കൊച്ചിയിൽ നിന്ന് ജിജീഷ് കരുണാകരൻ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. ജിജീഷ്, ഈ വേടനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി വലിയ ശ്രമങ്ങൾ കേരള പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ ഇയാൾക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തിട്ട് ഏതാണ്ട് കൃത്യം ഒരാഴ്ച പിന്നിടുകയാണ്. ഇയാൾ എവിടെയാണ് എന്നതിനെപ്പറ്റി ഒരു വിവരവുമില്ല. അതേ പോലീസ് തന്നെ പറയുന്നത് ഇയാൾ കേരളത്തിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. പറയൂ ജിജീഷ്. ഗൗതം പറഞ്ഞതുപോലെ ഒരാഴ്ച പിന്നിടുന്നു. കഴിഞ്ഞ വ്യാഴാഴ്ച പുലർച്ചെയാണ് വേടൻ എന്ന ഹിരൺദാസ് മുരളിക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യുന്നത്. യുവതി നൽകിയ പരാതിയിലാണ്. നിരന്തരമായ ലൈംഗിക ചൂഷണം പോലുള്ള അതിഗൗരവമായ ഒരു പരാതിയായിരുന്നു. ബലാത്സംഗ ആരോപണം 5 തവണയോളം ലൈംഗിക ചൂഷണം നടന്നിട്ടുണ്ട്. പലതും വിവാഹ വാഗ്ദാനം നൽകിയിട്ടാണ് ബലം പ്രയോഗിച്ച് ബലാത്സംഗം ചെയ്തത്. ആദ്യം ബലാത്സംഗം ചെയ്തു, തുടർന്ന് പല തവണകളായി താൻ പീഡനത്തിന് ഇരയായി എന്ന് ഒരു യുവതി വെളിപ്പെടുത്തുന്നു. എന്നാൽ അതിന് ഒരാഴ്ച പിന്നിട്ടും വേടനെ കണ്ടെത്താൻ കഴിയാതെ പോലീസ് ഇരുട്ടിൽ തപ്പുന്ന ഒരു സ്ഥിതിയാണ്. ഇരുട്ടിൽ തപ്പുന്നതെന്ന് പറയുമ്പോൾ മനഃപൂർവ്വം തന്നെ അന്വേഷണം അതിലേക്ക് നീങ്ങുന്നില്ല എന്നതാണ് അതിലേറ്റവും പ്രധാനം. കാരണം രാഷ്ട്രീയ നേതൃത്വം ഇക്കാര്യത്തിൽ കൃത്യമായ ചില നിർദ്ദേശങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ പോലീസിന് പെട്ടെന്ന് അറസ്റ്റ് വേണ്ട, അറസ്റ്റ് നീട്ടിക്കൊണ്ടു പോകണം, അറസ്റ്റ് ചെയ്യുന്ന സാധ്യതകൾ ഒഴിവാക്കണം. പ്രത്യേകിച്ച് ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ ഈ മാസം 18-ാം തീയതി പരിഗണിക്കാനിരിക്കെയാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കം. മാത്രമല്ല, ഇപ്പോൾ പോലീസ് അറിയിച്ചിരിക്കുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത് കൊച്ചിയിലെ ബോൾഗാട്ടി പാലസിൽ പരിപാടിക്കെത്തുമ്പോൾ വേടനെ പിടികൂടാമെന്ന ഒരു നിലയിലേക്ക് വരെ കാത്തിരിക്കുകയായിരുന്നു പോലീസ്. അതിനിടയിലാണ് ആ പരിപാടിയും മാറ്റിവെച്ചിരിക്കുന്നത്. അത് സംഗീത പരിപാടിയായിരുന്നു, വേടനെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സംഗീത പരിപാടി. അങ്ങനെയുള്ള ഒരു സംഗീത പരിപാടിക്ക് വേടൻ ഈ ഘട്ടത്തിൽ എത്തുമെന്ന് പോലീസ് കരുതി. അങ്ങനെ വരുന്ന സമയത്ത് അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നീക്കം. എന്നാൽ ശനിയാഴ്ചത്തെ പരിപാടി സംഘാടകർ മാറ്റിവെച്ചിരിക്കുകയാണ്. ഇത് സംഘാടകർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിലവിൽ വേടന് എത്താൻ കഴിയില്ല എന്ന് അറിയിച്ചതിനാൽ ഈ പരിപാടി മാറ്റിവെക്കുന്നു എന്നും ടിക്കറ്റ് ബുക്ക് ചെയ്ത ആളുകൾക്കുണ്ടായ ബുദ്ധിമുട്ടിൽ ഖേദിക്കുന്നു എന്നെല്ലാം വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഈ ഒരു പരിപാടി മാറ്റിവെച്ചുകൊണ്ടുള്ള അറിയിപ്പും വന്നിരിക്കുന്നത്. അതേ ഘട്ടത്തിൽ തന്നെയാണ് ഒരാഴ്ച പിന്നിടുമ്പോഴും വേടൻ എവിടെ എന്നത് സംബന്ധിച്ച യാതൊരു സൂചനയും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. സംസ്ഥാനം വിട്ടിട്ടില്ല എന്ന് പോലീസ് തന്നെ ആവർത്തിക്കുന്നുണ്ട്. കേരളം വിട്ടിട്ടില്ല വേടൻ എന്ന കാര്യമാണ് പലവട്ടം ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥർ ആവർത്തിക്കുന്നത്. കേരളത്തിൽ തന്നെ ഒളിവിൽ തുടരുന്നു എന്ന കാര്യം അവർ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ കൃത്യമായി തന്നെ പോലീസിന് എവിടെയാണ് വേടൻ എന്ന് കണ്ടെത്താൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ അതിനുള്ള താല്പര്യം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല. വേടൻ കൃത്യമായി സംരക്ഷിക്കപ്പെടുന്നു. നേരത്തെയും വേടനെതിരെ കേസുകൾ വന്നപ്പോൾ അത് ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്തപ്പോഴാണെങ്കിലും അതിനുശേഷം പിന്നീട് പുലിപ്പല്ല് കൈവശം വെച്ചതുമായി ബന്ധപ്പെട്ട് വനം വകുപ്പ് രജിസ്റ്റർ ചെയ്ത കേസുമായി ബന്ധപ്പെട്ടാണെങ്കിലും എല്ലാം തന്നെ നിരവധി കേസുകൾ ഒന്നിന് പിറകെ ഒന്നായി വേടന് മേൽ ഉണ്ടാകുന്ന ഘട്ടത്തിൽ പോലും, അല്ലെങ്കിൽ വേടൻ കുറ്റങ്ങൾ പല തരത്തിലുള്ള കുറ്റങ്ങൾ. അതുതന്നെയാണ് ജിജീഷ്, അതായത് ചെറുപ്പക്കാരെ, നമ്മുടെ നാട്ടിലെ പുതുതലമുറയെ വഴിതെറ്റിക്കുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട ഫേസായി ഈ ഹിരൺദാസ് മുരളി എന്ന വേടൻ മാറി എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഇയാളുടെ പ്രവർത്തികൾ, ഇയാളുടെ റിയാലിറ്റി ഷോകളൊക്കെ തന്നെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതൊരു പ്രത്യേക മാനസികാവസ്ഥയിലേക്ക് നമ്മുടെ പുതുതലമുറയെ എത്തിക്കാൻ കഴിയുന്ന രീതിയിലുള്ളതാണ് ഇയാളുടെ പ്രചരണങ്ങൾ. ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ആരോപണം എന്നത് അത് ചെറുതല്ല. ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തതുമായി ബന്ധപ്പെട്ട കേസാണ് ഈ ഹിരൺദാസ് മുരളിക്കെതിരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതും ഒരാഴ്ചയായിരിക്കുന്നു FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഈ പോലീസ് വിശദീകരിക്കുന്നത് ഇയാൾ കേരളത്തിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണോ? ഗൗതം, പോലീസ് ഇപ്പോഴും ആവർത്തിക്കുന്നത് തങ്ങൾ വേടന് വേണ്ടിയുള്ള, ഹിരൺദാസ് മുരളിക്ക് വേണ്ടിയുള്ള വലിയ തിരച്ചിലാണ്. കാരണം ബലാത്സംഗ കുറ്റം പോലുള്ള ഗൗരവമായ കുറ്റം ചെയ്ത പ്രതിയായതുകൊണ്ട് തന്നെ തിരഞ്ഞു കണ്ടുപിടിക്കാനുള്ള ഊർജിത ശ്രമമാണ് നടത്തുന്നത് എന്ന് പോലീസ് വ്യക്തമാക്കുന്നു. ഇയാൾ മറ്റെവിടെയും പോകാനുള്ള സാധ്യതയില്ല, കേരളം വിട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ സംസ്ഥാനത്തിനകത്ത് തന്നെയാണ് വേടന് ഒരു സുരക്ഷ ലഭിക്കുന്നത്, സംരക്ഷണം ലഭിക്കുന്നത്. ഇവിടെ വേടനെ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആളുകൾ ഉണ്ട്. അത് ഇടത് വലത് മുന്നണി വ്യത്യാസമില്ല, സംഘടിത ഗ്രൂപ്പുകൾ എന്ന വ്യത്യാസമില്ല. ആരൊക്കെയാണോ നേരത്തെ വേടൻ ആരോപണ വിധേയനായപ്പോൾ, വേടനെതിരെ കേസുകൾ ഉണ്ടായിരുന്ന ഘട്ടങ്ങളിലെല്ലാം വേടനെ സംരക്ഷിച്ചു നിർത്തിയത് ഒരു കുടക്കീഴിൽ എന്ന പോലെ അതേ സംഘടിത ആളുകൾ തന്നെയാണ് ഇപ്പോൾ ഈ ബലാത്സംഗ കുറ്റം, അതായത് സാധാരണ നിലയിൽ സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയും അതിജീവിതകൾക്ക് വേണ്ടിയും എല്ലാം പോരാടുന്നു എന്ന്
പുറമെ നടിക്കുന്ന അതേ ആളുകൾ തന്നെയാണ് നിരന്തരമായ ലൈംഗിക ചൂഷണത്തിന് ഇരയായ ഒരു സ്ത്രീ ആ കാര്യങ്ങൾ തുറന്നു പറയുന്നു. തുടർന്ന് പോലീസ് മറ്റു ഗത്യന്തരമില്ലാതെ അതിൻ്റെ തുടർന്ന് FIR രജിസ്റ്റർ ചെയ്യുന്നു. ലൈംഗിക ചൂഷണം, ബലാത്സംഗം, ആവർത്തിച്ചുള്ള ബലാത്സംഗം അടക്കമുള്ള വിവിധ കുറ്റങ്ങൾ ചുമത്തിക്കൊണ്ട് FIR രജിസ്റ്റർ ചെയ്യുന്നു. അങ്ങനെ FIR രജിസ്റ്റർ ചെയ്ത് ഇത്രയും ദിവസങ്ങൾ പിന്നിടുമ്പോൾ, ഒരാഴ്ച പിന്നിട്ടു, ഏറ്റവും അറിയപ്പെടുന്ന ഒരാളാണ്. ആളെ കണ്ടുപിടിക്കുക അല്ലെങ്കിൽ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടോ ഏതെങ്കിലും തരത്തിൽ ആളുകൾക്ക് പോലീസിന് ശരിയായ രീതിയിൽ ഒരു അന്വേഷണം നടത്തിയാൽ കണ്ടെത്താൻ യാതൊരു തരത്തിലും ബുദ്ധിമുട്ട് ഉണ്ടാകാത്ത തരത്തിലുള്ള ഒരു അതുതന്നെയാണ് ഹിരൺദാസ് മുരളി എന്ന വേടനെതിരെ FIR രജിസ്റ്റർ ചെയ്തിട്ട് അതും ഒരു യുവ ഡോക്ടറെ ബലാത്സംഗം ചെയ്തതുമായി ബന്ധപ്പെട്ട ഗുരുതരമായ ആരോപണത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടും ഇയാൾക്കെതിരെ ഒരു നടപടിയും എടുക്കാൻ, ഇയാളെ അറസ്റ്റ് ചെയ്യാൻ പോലും കേരളത്തിലെ പോലീസ് സംവിധാനങ്ങൾക്ക് കഴിയുന്നില്ല. പല വിഷയങ്ങളിലും എടുത്തുചാടി പ്രതികരിക്കുന്ന ഇവിടുത്തെ ആക്ടിവിസ്റ്റുകളെല്ലാം ഈ വിഷയത്തിൽ മൗനം പാലിക്കുന്നു എന്ന കാര്യം കൂടി പ്രിയപ്പെട്ട പ്രേക്ഷകർ ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടതാണ്. കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത് ജിജീഷ് കരുണാകരൻ.